അപ്പോൾ ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. വിശ്വസാഹിത്യകാരൻ ഷേക്സ്പിയറിൻ്റെ ഓർമ്മക്കാണ് നമ്മൾ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തക ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നാട്ടിൽ, അതായത് പട്ടാനൂര് ചിത്രാരിയിലെ ഒരു തലമുതിർന്ന വായനക്കാരി, പണ്ടേയുള്ള ഒരാൾ എന്നല്ലേ എനിക്ക് തോന്നുന്നു, ചിത്രാരിയിലെ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചിരിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ദിനത്തിൽ ഇവിടെ നമ്മളെ പ്രിയപ്പെട്ട ജാനകിയമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ പുസ്തകം ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലേ? ഏകദേശം എത്ര പുസ്തകം വായിച്ചിട്ടുണ്ടാവും? ഏകദേശം മതി, ഒരു 100 വായിച്ചിട്ടുണ്ട്. 300 പുസ്തകങ്ങൾ ഏകദേശം വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലമായിട്ട് ചെറുപ്പത്തിൽ അങ്ങനെ വായനയിൽ ഉണ്ടായിട്ടില്ല അല്ലെ? ഇല്ല ഇല്ല, കുറച്ചു കാലമായിട്ടാണ് വായനയിലേക്ക് വന്നത്. അതെ അതെ. വായനശാലയിൽ തന്നെ പുസ്തകം എടുക്കല്? വായനശാലയിൽ തന്നെ. ഏത് വായനശാലയിൽ നിന്ന്? ആദ്യം നമ്മൾ 5-ാം പീടിക. ഇപ്പോഴും ആ പട്ടാനൂരുള്ള വായനശാലയിൽ നിന്ന് പുസ്തകം എടുക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം നമ്മളെ വായനശാല ഇങ്ങോട്ട് കുഴപ്പ വായനശാലയിൽ എടുക്കലുണ്ട്. കുഴപ്പമെന്ന് അങ്ങനെ അധികം നിർത്തിയിട്ടില്ല. ഇവരെപ്പെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്നു ഇവരാരെങ്കിലും കൊണ്ടുതരും, അന്നേരം ഇരുന്ന് വായിക്കും. അങ്ങനെ വായിക്കും. ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വായനശാലയിലേക്കൊന്നും പോക്കില്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുതന്ന അങ്ങനെ വായിക്കലാണ്. അതെ അതെ. പിന്നെ ഏറ്റവും ഒരു ഇഷ്ടം തോന്നിയ എഴുത്തുകാരൻ, നിങ്ങൾ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അപ്പോൾ എഴുത്തുകാരെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. അപ്പൊ ഏറ്റവും ഇഷ്ടം തോന്നിയ എഴുത്തുകാരൻ ആരായിരിക്കും? MT ആണ്. അതാ MT ആണ്. നമുക്കെല്ലാം അറിയാം, നമ്മള് ചെറുപ്പത്തിലെ വായിച്ച പുസ്തകങ്ങൾ കൂടുതലും നമ്മളെല്ലാം വായിച്ചു തുടങ്ങുന്ന MTന്റെ പുസ്തകങ്ങളോട് തന്നെയാണ്. MTന്റെ അങ്ങനെയാണെങ്കിൽ ഏത് പുസ്തകമായിരിക്കും നിങ്ങളെ കൂടുതൽ അങ്ങോട്ട് സ്വാധീനിച്ചൊരു പുസ്തകം ഏതായിരിക്കും? 4 കെട്ട്. ഞാനും ചെറുപ്പത്തിൽ, എൻ്റെ ചെറുപ്പകാലത്ത് ആദ്യം തന്നെ ഞാൻ വായിച്ചു തുടങ്ങിയ ഒരു പുസ്തകം തന്നെയാണ് 4 കെട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ശക്തമായ ഒരു പ്രമേയം, ഒരു കുടുംബ പശ്ചാത്തലത്തിലുണ്ടായ അല്ലെ നല്ലൊരു കഥയാണ് 4 കെട്ട്. അപ്പോ ഇപ്പൊ നമ്മളെ വായനശാല പുതിയ കുട്ടികളൊന്നും വായനയിലേക്ക് വരുന്നില്ലല്ലോ. നമ്മളെ വായനശാല പുതിയൊരു വായനാ ചലഞ്ച് എന്നൊരു പരിപാടി മുമ്പോട്ട് വെക്കുന്നത്. തലശ്ശേരി താലൂക്കിലെ മുഴുവൻ വായനശാലകളും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ? ഈ വായനാ ചലഞ്ചില് കുറെ ചലഞ്ചുകളുണ്ട്. അതിനകത്ത് ഗോൾഡൻ ചലഞ്ച് അച്ചീവ് ചെയ്യുന്ന കുട്ടികൾക്ക് വിമാനയാത്രയാണ് നമ്മള് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ കുട്ടികള് നല്ല കാര്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടെങ്കിലും കുറെ കുട്ടികൾ കഴിഞ്ഞ ദിവസം പോലെ വായനശാലയിൽ സജീവമാണ്, ലൈബ്രറിയിൽ വന്നിട്ട് പുസ്തകം എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പരിപാടിയാണ് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുമ്പോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കുളപ്പ ഗ്രാമോദ്ധാരണ വായനശാലയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ചലഞ്ച് നടത്തുന്നുണ്ട്. കുറെ കുട്ടികൾ വായനശാലയ്ക്ക് വരുന്നിട്ട്, ഞാൻ ഇന്നും വായനശാലയിൽ പോയപ്പോൾ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിലും കുട്ടികൾ വായനയിലേക്ക് വരുന്നില്ല അല്ലെ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് അവരധികം ഫോണിൽ തന്നെയാണ്, ഫോണിൽ തന്നെയാണ് കുട്ടികൾ അധികം പോകുന്നത്. ഇതാണ് പൊതുവില് നമ്മൾ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ഫോണിൽ തളച്ചിടപ്പെടുന്ന ഒരു പുതിയ ഒരു തലമുറ പഠിക്കേണ്ട തന്നെ അവർ എത്രയോ കുറച്ചാണ് ഇപ്പം വായിക്കുന്നത്. ബാക്കിയുള്ള സമയം ഫോൺ എടുക്കുകയും കുറച്ച് മാത്രമേ വായിക്കൂ. അപ്പൊ ഇത്രയും വയസ്സായി, എത്ര വയസ്സായി? 76 വയസ്സായി. ഇപ്പോഴും വായനയുണ്ട് അല്ലേ? ഇപ്പം കൊറേ അങ്ങനെ വായിക്കുന്നേ ഇല്ല. അപ്പോ ഈ വായന ഇത്രയും വർഷങ്ങൾ വായിച്ച് ഇടം വരെ എത്തി, വായന നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാല്? എനിക്ക് മനസ്സിന് നല്ലൊരു ഉല്ലാസം ഉണ്ടാവും. പിന്നെ നമ്മള് എന്തെങ്കിലും ഉള്ള വിഷമങ്ങളെല്ലാം നമ്മളത് എല്ലാം മറന്നു പോകും. വലിയ കാര്യമാണ്. കാരണം മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നു അല്ലെ? മനസ്സിന് പ്രയാസം ഉണ്ടാകുമ്പോൾ വായനയിലൂടെ നമ്മൾ പ്രയാസങ്ങൾ നീങ്ങുന്നുണ്ടെന്നാ പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. വായന നമുക്ക് തരുന്നത് അതാണ്, ആനന്ദം ഉണ്ടാകുന്നത് അല്ലെ പുസ്തകം വായിക്കുമ്പോൾ. അപ്പോൾ ഈ പുസ്തക ദിനത്തില് നിങ്ങളെപ്പോലുള്ള ഒരാളെടുക്ക വന്ന് ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളെ പരിചയപ്പെടുത്താനും കഴിയാവുന്ന വലിയൊരു കാര്യമാണ്. നമ്മളെ പുതിയ തലമുറ മാതൃകയാക്കണം ഇങ്ങനെയുള്ള അമ്മമാർ. ഇത്തിരി വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് ശാരീരിക പ്രയാസങ്ങളുണ്ട്, എന്നിട്ടും ഈ വായനയെ കൈവിടാതെ വായന വലിയൊരു സുഖം തരുന്നുണ്ട് എന്നാണ് നമ്മളെ പ്രിയപ്പെട്ട ജാനകിയമ്മ പറയുന്നത്. ഇനിയും ഒരുപാട് പ്രായമൊന്നൊരു വിഷയമല്ല അല്ലെ? പുസ്തകങ്ങൾ വരും, കാര്യം കൊണ്ടുതരും, ഇനിയും വായിക്കാം. ഇപ്പം ഈ നമ്മളിപ്പോ ഇങ്ങനെ മനസ്സിൽ വായിക്കുമ്പോ പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് നമ്മൾ ഈ ഒച്ചത്തിലെല്ലാം വായിക്കുമ്പോ നമ്മൾ കുറച്ചു നേരം ഒച്ചത്തിൽ വായിച്ചാല് എനിക്ക് നെഞ്ചിന് വിഷമം വരും. ശാരീരിക പ്രയാസം ഉണ്ടല്ലേ? ശാരീരിക പ്രയാസം ഉണ്ടെങ്കിലും അമ്മ വായനയിൽ സജീവമാണ്. അപ്പൊ ഇനിയും വേറെ നാൾ ഈ വായനയുമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ഈ
പുസ്തക ദിനത്തിൽ നിങ്ങളോട് പറയണം. അതോടൊപ്പം പുതിയ കുട്ടികളോട് ഇതൊരു വലിയ മാതൃകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ മാതൃകയാക്കി വായനയിലേക്ക് പുതിയ കുട്ടികൾ കടന്നു വരേണ്ടതുണ്ട്. എല്ലാ വായനശാലകളും വളരെ സജീവമായിട്ട് അതിനെ ഇപ്പം വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വിവിധ പരിപാടികളായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. ഈ വേനലവധിക്കാലം ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് കുട്ടികൾ എല്ലാവരും ഉണ്ടാകണം എന്നുകൂടി ഈ സമയത്ത് പറയുകയാണ്.